ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാണ്ട് വിശേഷമൊക്കെ? ഞാനിപ്പോൾ ഉള്ളത് പെത്തഹ് തിക്വ ടൗണിലാണ്. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. ഇന്നെനിക്ക് ലീവ്, അതുകൊണ്ടൊരു കണ്ടന്റ് ഉള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയായിരിക്കും. ഇതിന് മുമ്പിട്ട് വീഡിയോ ഒക്കെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നെടുത്ത വീഡിയോസൊക്കെ ആയിരുന്നു. അപ്പം ഇസ്രായേലിലെ മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്നൊന്ന് കാണാമല്ലോ. നമ്മുടെ നാട്ടിലെ കൊച്ചി മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റുകൾ പോലെയാണോ ഇവിടുത്തെ മാർക്കറ്റ്, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഷൂക്കിൻ്റെ പുറത്താണുള്ളത്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഷൂക്ക്. കണ്ടോ? അകത്തേക്ക് കയറുവാണെങ്കിൽ അവിടെ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പച്ചക്കറികളും മത്സ്യവും അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ നല്ല തിരക്കാണ് ഈ വെള്ളിയാഴ്ചകളിൽ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഉച്ചവരെ ഉള്ളൂ ഷൂക്ക്. ഷൂക്ക് മാത്രമല്ല, ബസ്സും ഇപ്പോൾ കാണുന്ന ബസ്സുകളെല്ലാം വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് നിൽക്കും. 2-3 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പോൾ അതിനു മുന്നേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരുടെ തിരക്കും ആ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള കടക്കാരുടെ തിരക്കും ഒക്കെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കാണാൻ പോകുന്നത്. ഓക്കെ, Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it life. I never miss, that's fact. Taking big swings, bitch, hand me the bat. Put me in the ring, you'll go out in a bag. Cause I sing what I mean and I bring it to the mad light. Ain't got time to kill, I got time to feel. I took the red pill, I know life's short so I wanna live real. But how's it supposed to feel? How's it supposed to feel? To feel. മാർക്കറ്റിൻ്റെ അകത്താണ് ഉള്ളത്. കണ്ടോ എന്നാ തിരക്കാന്ന് നോക്കി. നല്ല രസമല്ലേ ഇത്. മഴ പെയ്താലും വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിൽ നല്ല റൂഫിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല അത്യാവശ്യം ഒരു 10-200 മീറ്റർ ദൂരത്തിലേക്ക് നീണ്ടു കിടക്കുക. ഇതേപോലത്തെ 3 റോയ്സ് ഉണ്ട്. ഇതിനകത്ത് നിറച്ചും സാധനങ്ങൾ നിരത്തി വെച്ചേക്കുക. ഇപ്പോൾ ഏകദേശം കടകളൊക്കെ അടയ്ക്കാനുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇവിടെ. കണ്ടോ? ഞാൻ അകത്തേക്ക് കയറുന്നേ ഉള്ളൂ. എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഇവരെങ്ങാനും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുറത്ത് നിന്നുള്ളൊരു കാഴ്ച ഞാൻ എടുത്തിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ ബട്ടർ ഫ്രൂട്ട് എന്നാണ്ട് പറയുന്നൊരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ. ഇതിനിവിടെ അവക്കാഡോ എന്ന് പറയും കേട്ടോ. നമ്മുടെ മാതള നാരങ്ങ. ഇസ്രായേലിനൊരു പ്രത്യേകത, ഇവിടെ റോസ്റ്റപ്പാട് മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ ഒരു ഇടപാടും ഇല്ല ഇവിടെ. ഓറഞ്ചിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിനിവിടെ തപ്പൂസ് എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിലത്തെ കമ്പിളി നാരങ്ങയുടെ ഒരു വെറൈറ്റിയാണ്. ഷ്കോളിയോത്ത് എന്നാണ് അതിന് പറയുന്നത്. കമ്പിളി നാരങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതായിരിക്കും കമ്പിളി നാരങ്ങ. സ്ട്രോബെറി വേണോ? സ്ട്രോബെറി. חוץ לשוק!
നമ്മൾ നേരത്തെ കണ്ട മഞ്ഞയുടെ വെറൈറ്റി ഓറഞ്ച് നിറത്തിലുള്ളത്. മാർക്കറ്റിനകത്ത് തന്നെ ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുമുണ്ട്. രുചികരമായ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മണം അടിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും ഒന്ന് കയറിപ്പോകും. ഈ ചേട്ടൻ അത്യാവശ്യം നല്ല സഹകരണമുള്ളൊരു ചേട്ടനായിരുന്നു. Look. Good? Yeah, very good. Thank you. Look, this. Yeah. വെറൈറ്റി ഈന്തപ്പഴങ്ങളാണ്. Even you can take picture inside. Yes. Thank you. It's well organized. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഡ്രൈ നട്ട്സിൻ്റെയും ഒക്കെ വളരെ വലിയൊരു കലവറ തന്നെ നമുക്കിവിടെ കാണാം. ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. אני פעם שעברה, החמאתי לו על הסידור של הצוות, חשבתי הבאתם מהצוות. באמת. ഇസ്രായേലിലെ കുറച്ച് നല്ല മധുരമുള്ള സ്നാക്സാണ്. ചില ആൾക്കാർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നത് ചില ആൾക്കാർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ്. ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമാണ്. താങ്ക് യു. Good man. Thank you. תראה לו את התותים שיצלם לך אותם. בוא תצלם. למה כל הילד 2 ו-5?
ഉള്ളിത്തണ്ട്. ചെറുത്തക്കാളി, നമ്മുടെ കുഞ്ഞു തക്കാളി അത് കേട്ടോ, ചെറിയ പോലെ ഇരിക്കും. 3 מיליון ב10. ഇതല്ലേ നമ്മുടെ കപ്ലങ്ങാപ്പഴമൊക്കെ ഉണ്ടല്ലോ. 4 קילו קלמנטינה אור ב10. പൈനാപ്പിളിന് 35 ഷെക്കൽ എഴുതിയേക്കുന്നത്. 35 ഷെക്കൽ എന്ന് പറയുമ്പോൾ മിനിമം 700 രൂപയായി 1 കിലോ സാധനത്തിന്. അല്ലെങ്കിൽ ഒരെണ്ണത്തിനാണോ എന്ന് അറിയത്തില്ല കേട്ടോ. സാൽമൺ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് അറിയത്തില്ല, കിട്ടിയാലെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വിലയാണ് കിലോയ്ക്ക്. 70 ഷെക്കൽ. 70 ഷെക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് മുകളിൽ പോകുന്ന വിലയുള്ള സാധനമാണ്. ശബാത്ത് തുടങ്ങാൻ പോകുന്നതുകൊണ്ട് എല്ലാം തന്നെ കൂട്ടിക്കെട്ടി പോകാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഇനി അങ്ങോട്ട് ആദായ വിൽപ്പനയായിരിക്കും. ഈ ഫ്രൂട്ട്സൊക്കെ, ഈ സ്ട്രോബെറി ഒക്കെ പെട്ടെന്ന് കേടായി പോകുന്ന സാധനമാണ്. വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 5 ഷെക്കലിനൊക്കെ സാധനങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇതൊക്കെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാം ഉണ്ട്. ഇസ്രായേലിൻ്റെ സ്വന്തം ഒലിവങ്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. കുരു ഉള്ളതും കുരു ഇല്ലാത്തതും പച്ചയും മഞ്ഞയും കറുപ്പും ഉണങ്ങിയതും പല വെറൈറ്റി സാധനങ്ങളുണ്ട്. എരിവുള്ളത്, എരിവില്ലാത്തത്, ഉപ്പിലിട്ടത്, വിനാഗിരിയിലിട്ടത്, മുളക് ഉപ്പിലിട്ടത് എന്നാ സാധനം അതുള്ളത്. ഇതെന്നാണെന്നറിയാമോ? ഇത് മുന്തിരിയുടെ ഇലയാണ്. മുന്തിരിങ്ങയുടെ ഇല ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചേക്കുക. לכמה זמן לשמור? אנחנו עוד 20 דקות הולכים. കുക്കീസ് ആണോ? കുക്കീസ്, ഡ്രൈ ഫ്രൂട്ട്സും മിഠായൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. കയറി നോക്കാവേ എന്നാ ഉള്ളതെന്ന്. കണ്ടിട്ട് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. കൊള്ളാം. ഇവിടെ ഒരു മസാലക്കൂട്ട് തന്നെ ഉണ്ടല്ലോ. എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഈ കട ഞാൻ ആദ്യമായിട്ടാണ്. ഇത് നമ്മുടെ കറുവപ്പട്ടയുണ്ട്, ജീരകമുണ്ട്, കുരുമുളക്. ഇത് ചുവന്ന കുരുമുളക്, വെള്ളക്കുരുമുളക്, കറുത്ത കുരുമുളക്, പത്തലമുളകുണ്ട്. ഓ, ചുക്കല്ലേ ഇത്? അടിപൊളി. അതേ കടലമിഠായി, വെറൈറ്റി കടലമിഠായികളൊക്കെ ഉണ്ടല്ലോ. ഇതൊരു ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ. ഇതല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രൂട്ട്. എൻ്റെ പേരിപ്പം ഞാൻ മറന്നുപോയി. മുന്തിരിങ്ങ പോലെ ഇരിക്കും. ഭയങ്കര ഒരു വല്ലാത്ത പുളിയും മധുരവും കൂടെ ഉള്ളൊരു ഫ്രൂട്ടാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ അത്തിപ്പഴം ഉണങ്ങിയത്. നല്ല ടേസ്റ്റാണ്. ഇത് കൈതച്ചക്ക വട്ടത്തിൽ കണ്ടിച്ച് മുറിച്ച് കിവി. ഇതെന്നെ സാധനം അറിയാമോ? ഇത് അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല. വൈനാണോ? വൈനിൻ്റെ ഒക്കെ ഉള്ള ഒരു ലിക്കർ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം എടുക്കുന്നുണ്ട്. അന്നേരം കാണിച്ചു തരാം. അടിപൊളിയാണ്.
മിഠായി വേണ്ടവർക്ക് മിഠായി, മിഠായി വേണ്ടവർക്ക് മിഠായി, മീനിൻ്റെ മിഠായിയൊക്കെ ഉണ്ടല്ലോ. പൊളിച്ച ഫുൾ ചോക്ലേറ്റ് ആയിരിക്കും. കൊച്ചിന് മേടിച്ചു കൊടുക്കാം നാട്ടിൽ പോകുമ്പോൾ. നല്ല ചോക്ലേറ്റ് മയമാണല്ലോ. ഷുഗർ ഫ്രീ ക്യാൻഡി. ഷുഗർ ഉള്ളവർക്കും കൊടുക്കാം, മമ്മിക്ക് കൊടുക്കാം. എന്നാ ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചേട്ടൻ മിഠായിയൊക്കെ വാരി വാരി എടുക്കുകയാണല്ലോ. Namaste. India good. താങ്ക് യു. കടയുടെ ഓണർ കേട്ടോ. ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് ഡ്രൈ നട്ട്സ് ഏരിയയിലേക്ക് വരുന്നിരിക്കുകയാണ്. മിക്സറാ. ഇതെനിക്ക് തോന്നുന്നു സൂര്യകാന്തിയുടെ വിത്ത് എന്ന് തോന്നുന്നു. ഏതെല്ലാം വെറൈറ്റി വേണം പറഞ്ഞാൽ മതി. ഇതിന് മാലയുടെ മുത്തോ അക്വേറിയത്തിലിടുന്ന കല്ല് പോലെ ഉണ്ടല്ലേ. ജെംസ് വേണോ? ജെംസ് ഇതാണ് ഗുളികയോ? ഗുളിക പോലത്തെ മിഠായി. വെറൈറ്റി അല്ലേ, എന്തെല്ലാം വെറൈറ്റികളല്ലേ. Hi. Namaste. רגע, היה לכם דברי הנשיא? זה אבו רשד. You אבו רשד. താങ്ക് യു. תגיד לי, היה לך... താങ്ക് യു. തിരക്ക് കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കുന്നു. ചില സമയത്ത് ആൾ കുറവായിരിക്കും, ചില സമയത്ത് വീണ്ടും ആൾ കയറി വരും. മാർക്കറ്റിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.